നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ടി വി സെറ്റ് വാങ്ങുവാൻ കടയിൽ പോകുമ്പോൾ സംസാരിക്കേണ്ടി വരുന്ന ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം. ഞാനൊരു ടി വി സെറ്റ് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതെങ്ങനെ പറയും? മേ ഏക് ടി വി സെറ്റ് ഖരീദിനേക്ക് സോച്ച് രഹി ഹൂം. സോച്ച് രഹി ഹൂം എന്ന് പറഞ്ഞാൽ അല്ലെ സോച്ച് രഹാ ഹൂം എങ്ങനെയാണെന്നുള്ളത് പറയാം. ആണായാലോ പെണ്ണാലോ അതിനനുസരിച്ച് പറയുക. സോച്ച് രഹി ഹൂം എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സോച്ച് രഹാ ഹൂം ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഒരു ടി വി സെറ്റ് വാങ്ങിക്കുന്നതിനെക്കുറിച്ച്. ടി വി സെറ്റ് ഖരീദിനേക്ക് വാങ്ങിക്കുക എന്നുള്ളതിന് ഖരീദിന. ഏക് ടി വി സെറ്റ് ഖരീദിനേക്ക് സോച്ച് രഹി ഹൂം. ഞാനൊരു ടി വി സെറ്റ് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. മേ ഏക് ടി വി സെറ്റ് ഖരീദിനേക്ക് സോച്ച് രഹി ഹൂം. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ഏക് ടി വി സെറ്റ് ഖരീദിനേക്ക് സോച്ച് രഹി ഹൂം. എനിക്ക് ഭാരതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ടി വിയാണ് വേണ്ടത്. അതായത് ഇന്ത്യൻ കമ്പനിയുടെ ടി വിയാണ് വേണ്ടത്. അതെങ്ങനെ പറയും? മുझे ഭാരത് മേ ബനായാ ഹുവ. ഭാരത് മേ ബനായാ ഹുവ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള. മുझे ഭാരത് മേ ബനായാ ഹുവ ടി വി സെറ്റ് ചാഹിയേ. ടി വി സെറ്റാണ് വേണ്ടത്. മുझे ഭാരത് മേ ബനായാ ഹുവ ടി വി സെറ്റ് ചാഹിയേ. എനിക്ക് ഭാരതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ടി വിയാണ് വേണ്ടത്. ഞങ്ങളുടെ അടുത്ത് ഭാരതത്തിലുണ്ടാക്കിയ അനേകം ടി വി സെറ്റുണ്ട്. കടക്കാരൻ പറയുക. ഒരു കടയിൽ ചെന്നാണ് നമ്മളിതൊക്കെ പറയുന്നത്. ഞങ്ങളുടെ അടുത്ത് ഹമാരേ പാസ്. ഹമാരേ പാസ് ഭാരത് മേ ബനെ. ഭാരതത്തിൽ ഉണ്ടാക്കിയ. അനേക സെറ്റ് ഹേ. അനേക ടി വി സെറ്റ് ഹേ എന്ന് പറഞ്ഞാൽ അനേകം ടി വി സെറ്റുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഭാരതത്തിലുണ്ടാക്കിയ അനേകം ടി വി സെറ്റുണ്ട്. ഹമാരേ പാസ് ഭാരത് മേ ബനെ അനേക ടി വി സെറ്റ് ഹേ. ഈ സെറ്റിന് എന്താണ് വില? ഇസ് സെറ്റ്. സെറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിച്ച ടി വി സെറ്റാണ്. ഇസ് ടി വി സെറ്റ് കാ ക്യാ മൂല്യ ഹേ. മൂല്യം എന്ന് പറഞ്ഞാൽ വില. അതിന് ദാം എന്നും ചോദിക്കാം, അല്ലെ കീമത്ത് ക്യാ ഹേ എന്നും ചോദിക്കാം. ഈ സെറ്റ് കാ ക്യാ മൂല്യ ഹേ, അല്ലെ ക്യാ കീമത്ത് ഹേ, അല്ലെങ്കിൽ ക്യാ ദാം ഹേ എന്ത് വേണമെങ്കിലും ചോദിക്കാം. എനിക്ക് പുതിയ മോഡൽ വേണം. മുझे നയാ മോഡൽ ചാഹിയേ. എനിക്ക് പുതിയ മോഡൽ വേണം എന്നുള്ളതിന് നയാ മോഡൽ. മുझे നയാ മോഡൽ ചാഹിയേ. ഇത് പ്രവർത്തിപ്പിച്ച് കാണിക്കാമോ, ഓണാക്കി കാണിക്കാമോ എന്ന് ചോദിക്കുക. ക്യാ ചാലു കർക്കെ ദിഖാ സക്തേ ഹേ. ചാലു കർണ എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്യുക, പ്രവർത്തിപ്പിച്ച് കാണിക്കുക. ക്യാ ചാലു കർക്കെ ദിഖാ സക്തേ ഹേ. കാണിക്കാൻ പറ്റുമോ? ക്യാ ആപ് ചാലു കർക്കെ ദിഖാ സക്തേ ഹേ. ഇത് പ്രവർത്തിപ്പിച്ച് കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ക്യാ ആപ് ഓൺ കർക്കെ ദിഖാ സക്തേ ഹേ എന്ന് ചോദിക്കാം. ഇനി ചാലു കർക്കെ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലെങ്കിൽ ഓൺ കർക്കെ ദിഖാ സക്തേ ഹേ എന്ന് ചോദിക്കാം. ഇതിൽ ചിത്രങ്ങൾ വളരെ നന്നായിട്ട് കാണുന്നുണ്ട്, ക്ലിയറായിട്ട് കാണുന്നുണ്ട്. ഇസ്മേ തസ്വീർ ബഹുത് സാഫ് ദിഖ്താ ഹേ. സാഫ് ദിഖ്താ എന്ന് പറഞ്ഞാൽ ക്ലിയറായിട്ട് കാണുന്നു. ഇസ്മേ തസ്വീർ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ. ഇസ്മേ തസ്വീർ ബഹുത് സാഫ് ദിഖ്താ ഹേ. ഇതിൽ ചിത്രങ്ങൾ വളരെ ക്ലിയറായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് കാണുന്നുണ്ട്. ഇത് എപ്പോൾ എത്തിച്ചു തരും, അല്ലെങ്കിൽ എപ്പോൾ വെച്ച് തരും എന്നുള്ള അർത്ഥത്തിലാണ് ടി വി കൊണ്ടുവന്നെല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്. അതിനാണ് ലഗ്വാ സക്തേ എന്ന് ചോദിക്കുന്നത്. ലഗ്വാന എന്ന് പറഞ്ഞാൽ എല്ലാം ഫിറ്റ് ചെയ്ത് വെക്കുന്നതിന്. ഏഹ് കബ് തക് ലഗ്വാ സക്തേ ഹേ. ഇത് എപ്പോഴത്തേക്ക് എത്തിച്ചു തരും, അല്ലെങ്കിൽ എപ്പോഴേക്കെല്ലാം റെഡിയാക്കി തരും, ഫിറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏഹ് കബ് തക് ലഗ്വാ സക്തേ ഹേ. ഞങ്ങളുടെ ആൾ വൈകിട്ട് ഇത് വെച്ച് തരും. കടയിൽ നിന്നുള്ള ആളല്ലേ വരുന്നത്, അതാണ് ഞങ്ങളുടെ ആൾ എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ആൾ എന്നുള്ളതിന് ഹമാരാ ആദ്മി. ഹമാരാ ആദ്മി ശാം കോ എഹ് ലഗാ ദേഗ. ഇത് വെച്ച് തരും. ഹമാരാ ആദ്മി ശാം കോ എഹ് ലഗാ ദേഗ. വെച്ച് തരും. ലഗാ ദേഗ എന്ന് പറഞ്ഞാൽ വെച്ച് തരിക. ഈ ലഘുലേഖയിൽ സെറ്റിനെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങളുണ്ട്. ടി വിയെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങളുണ്ട്. ഈ ലഘുലേഖ എന്ന് പറഞ്ഞാൽ നമുക്ക് ടി വിയുടെ കൂടെ ഒക്കെ ഒരു ചെറിയ ബുക്ക് കിട്ടത്തില്ലേ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. എഹ് പുസ്തികാമേ. ആ പുസ്തകത്തിൽ, അതിൻ്റെ കൂടെ കിട്ടുന്ന ചെറിയ പുസ്തകത്തിൽ എഹ് പുസ്തികാമേ സെറ്റ് സംബന്ധി അല്ലെങ്കിൽ ടി വി സംബന്ധി പൂരി ജാൻകാരി ഹേ. മുഴുവൻ വിവരങ്ങളും ഉണ്ട്. കടക്കാർ പറയുകയാണ് എഹ് പുസ്തികാമേ സെറ്റ് സംബന്ധി പൂരി ജാൻകാരി ഹേ. മുഴുവൻ
വിവരങ്ങളുമുണ്ട്. ജാൻകാരി എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. യഹ് പുസ്തികാമേ ടി വി സംബന്ധി അല്ലെങ്കിൽ സെറ്റ് സംബന്ധി പൂരി ജാൻകാരി ഹേ. സ്റ്റെബിലൈസറും വാങ്ങിക്കണം. സ്റ്റെബിലൈസർ ഭി ലേനാ ചാഹിയേ, വാങ്ങിക്കണം. സ്റ്റെബിലൈസർ ഭി ലേനാ ചാഹിയേ, സ്റ്റെബിലൈസറും വാങ്ങിക്കണം. ഒരു ടി വി ഷോപ്പിൽ പോകുമ്പോൾ ഹിന്ദിയിൽ സംസാരിക്കേണ്ട അത്യാവശ്യം കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് കോൺവെർസേഷൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രത്യേകിച്ച് ഒരു സെക്ഷനായിട്ട് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ. അപ്പോൾ അതെല്ലാം വീണ്ടും വീണ്ടും കേട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ സാധിക്കും. എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.